ഇന്ന് നോട്ട് പാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് നോട്ട് പാഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചാർട്ട് പേപ്പറിൻ്റെ 2 ചാർട്ട് പേപ്പറിൻ്റെ ഇതുപോലെ മുറിച്ചെടുക്കണം. കാരണം ഞാനിത് 2 ചാർട്ട് പേപ്പറും മുറിച്ചെടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഇത് കുറച്ച് പേപ്പറുകളാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ സാധാരണ A4 ഷീറ്റിൻ്റെ ഇതുപോലെ മുറിച്ചെടുത്താൽ മതി, അളവിന് മുറിച്ചാൽ മതി. പകുതി മുറിച്ചാൽ കിട്ടും. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആർക്കും, ഒരു ചെറിയ കുട്ടികൾക്ക് വേണ്ടി പോലും ഉണ്ടാക്കാൻ പാകത്തിനാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ആദ്യം കറക്റ്റ് മുറിച്ചെടുത്തതിന് ശേഷം പിൻ ചെയ്യുക. കറക്റ്റ് ലെവലിലാക്കി വെച്ചിട്ട് പിൻ ചെയ്യാം. ഒരു 3 പിന്ന് മതി. അപ്പോൾ ഈ പിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം കൂടി വേണം. നമുക്കിത് മുറിച്ചെടുത്ത് ഇതുപോലെ മടക്കി ഒരു സ്കെയിലിൻ്റെ വീതിക്ക് മുറിച്ചെടുത്താൽ മതിയാവും. കൂടുതലാണെങ്കിൽ വൃത്തികേടായിരിക്കും. ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് പശ തേക്കും. പശ കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ശകലം പശ എടുത്ത് ഒട്ടിക്കാം. ഓക്കെ, നോട്ട് പാഡായി. ഇത്രയും സിമ്പിളാണ് നോട്ട് പാഡ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. അതുപോലെ സ്കൂൾ കുട്ടികൾക്കെല്ലാം പറ്റും. അടുത്തത് ഇതുപോലെ സിമ്പിളായിട്ട് നോട്ട്ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ ഒന്ന് ലൈക്ക് അടിക്കണം, ഫോളോ ചെയ്യണം. താങ്ക് യു.